തൃശൂരിൽ മിന്നൽ ചുഴലി. വില്ലടം, വിൽവട്ടം, ചേറൂർ മേഖലകളിലാണ് മിന്നൽ ചുഴലി അടിച്ചത്. കാറ്റിൽ മരം വീണ് വ്യാപക നാശനഷ്ടങ്ങൾ ഉണ്ടായി. ഇതിനിടെ നടത്തറ പൂച്ചട്ടി ഭവൻ സ്കൂൾ കോമ്പൗണ്ടിനകത്ത് മരം കടപുഴകി വീണു. നിരവധി വാഹനങ്ങൾക്ക് അപകടത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായി. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് അവിടെ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾക്ക് മുകളിലേക്കൊക്കെ ഈ മരം വീണ ദൃശ്യങ്ങളാണ്. ലിഷോയ് വിവരങ്ങളുമായി. ലിഷോയ്, ഈ പൂച്ചട്ടി സ്കൂൾ വളരെ പച്ചപ്പും ഒക്കെയുള്ള നല്ലൊരു സ്കൂളാണ്. അവിടെയാണ് ആ മരം വീണ് ഇങ്ങനെ സ്കൂളിൻ്റെ മുറ്റത്ത് നിർത്തിയിട്ട വാഹനങ്ങളൊക്കെ തകർന്നൊരവസ്ഥയുണ്ടായത്. എപ്പോഴാണ് ഈ ഇത്രയും കാര്യമായിട്ടുള്ളൊരു നാശനഷ്ടങ്ങൾ സംഭവിക്കുന്ന തരത്തിൽ കാറ്റടിച്ചത്? രാവിലെ കുട്ടികൾ സ്കൂളിലേക്ക് വരുന്ന സമയത്താണ് വലിയ കാറ്റ് വീശിയത്. ഏകദേശം 9 മണിക്ക് തൊട്ട് മുൻപായാണ്. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ഇതൊക്കെ തന്നെ കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടുവന്നിരുന്ന വാഹനങ്ങളാണ്. ഈ വാഹനങ്ങളിൽ നിന്നൊക്കെ തന്നെ കുട്ടികളെ പുറത്തേക്ക് ഇറക്കി നിർത്തി അതേ സമയത്താണ്, കുട്ടികൾ ഇവിടെ നിൽക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ തേക്ക് മരങ്ങൾ ഉൾപ്പെടെ ഇത്രയും വലിയ മരങ്ങൾ നേരെ ഇങ്ങോട്ടേക്ക് വീണത്. ഈ കാണാൻ സാധിക്കും 3 വാഹനങ്ങൾ ഇവിടെ നിർത്തിയിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ മറ്റ് കാറുകൾ ഉൾപ്പെടെയുള്ളവയുണ്ടായിരുന്നു. ഭാഗ്യം കൊണ്ട് കുട്ടികൾക്ക് ആർക്കും തന്നെ ഒന്നും പറ്റിയില്ല എന്നുള്ളത് ആശ്വാസകരമായ ഒരു കാര്യമാണ്. പക്ഷേ വലിയൊരു അപകടം തന്നെയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ആ മരത്തിൻ്റെ അടിഭാഗം നേരെ പൂർണ്ണമായും ഇങ്ങോട്ടേക്ക് മറിഞ്ഞ് വീണിരിക്കുകയാണ്. ഈ ഭവൻസ് ഈ ബാലമന്ദിറിൻ്റെ തൊട്ടടുത്താണ് ഈ ഒരു സംഭവങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നത്. ഇവിടെ ഈ വാഹനങ്ങളൊക്കെ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. ഇതിന് തൊട്ടടുത്ത് കുട്ടികളുണ്ടായിരുന്നു. ഇതിനൊക്കെ ഈ വാഹനങ്ങൾക്ക് മുകളിലേക്ക് മരം വീണതിനാൽ തന്നെ കുട്ടികൾക്ക് ഒന്നും സംഭവിച്ചില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. ആ സമയത്ത് എല്ലാ വാഹനങ്ങളിൽ നിന്നും കുട്ടികളൊക്കെ തന്നെ ഇറങ്ങി വരുന്ന ഒരു സമയം കൂടിയായിരുന്നു. ഈ സ്കൂളിൻ്റെ അകത്തെ കാര്യം നോക്കുകയാണെങ്കിൽ അകത്തും സമാനമായ രീതിക്കുള്ള സംഭവങ്ങൾ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് ഈ സ്കൂളിനകത്ത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഈ വലിയ ഷീറ്റുണ്ട്, മേൽക്കൂര മേഞ്ഞിട്ടുണ്ട്. അത് ആ ഷീറ്റ് ഈ ഒരു കാറ്റിൽ പറന്ന് പോവുകയായിരുന്നു. അതിനോടൊപ്പം തന്നെ അത് പറന്നപ്പോൾ ഇതൊക്കെ തന്നെ ഇതിൻ്റെ മേൽക്കൂരയെ താങ്ങി നിർത്തിയിരിക്കുന്ന തൂണുകളാണ്. ഈ തൂണുകൾ ഇവിടെയാണ് ഈ തൂണുകൾ നിന്നിരുന്നത്. അത് നേരെ ഉയർന്ന് നേരെ ഇങ്ങോട്ടേക്ക് വന്ന് പതിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ സമാനമായ രീതിക്ക് ഇവിടെയും കാണാൻ സാധിക്കും. ഇവിടെയും സമാനമായ രീതിക്ക് തന്നെ തൂണുകൾ ഇങ്ങനെ ഉയർന്ന് വന്നിട്ടുണ്ട്. ഇതാണ് ആ തൂണുകൾ നേരത്തെ നിന്നിരുന്ന സ്ഥലമെന്ന് പറയുന്നത്. ഈ നേരത്തെ നിന്നിരുന്ന ഈ ഒരു സ്ഥലത്ത് നിന്ന് ഈ കാറ്റത്ത് നേരെ ഉയർന്ന് താഴുകയായിരുന്നു ഉണ്ടായിരുന്നത്. ആ സമയത്ത് ഇവിടെ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. ഡ്രൈവർമാരൊക്കെ തന്നെ ആ ഒരു സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നതിനാൽ അവരൊക്കെ തന്നെ ആ കുട്ടികളെ സേഫ് ആക്കാനുള്ളൊരു കാര്യങ്ങളാണ് ചെയ്തിരുന്നത്. ഈ ചേട്ടനൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നു. ചേട്ടാ, എന്താ ആ സമയത്ത് എങ്ങനെയായിരുന്നു? സമയത്ത് 30% പിള്ളേർ എത്തിയിട്ടുള്ളൂ. ബാക്കിയുള്ള പിള്ളേരൊന്നും എത്തിയിട്ടില്ല. അവര് എത്തിയത് തുടങ്ങണമല്ലോ. ഞാൻ അവിടെ കുട്ടികളെ ഇറക്കുമ്പോൾ ഈ കാറ്റ് വന്ന സമയത്ത് തന്നെ ഞങ്ങൾ കുട്ടികൾ കൊണ്ട് അങ്ങോട്ട് ഓടി. പിന്നെ വണ്ടി ഒളിക്ക് വീണ കാരണം കുട്ടികൾ അടിയിൽ പെട്ടില്ല. കുട്ടികൾ നല്ല അവിടെ ഉണ്ടായിരുന്നു. ആ കുട്ടികൾ മരം വണ്ടിയിൽ ചാരിയ കാരണം അടിയിൽ കുട്ടികൾ പെടാൻ നിന്നു. പിന്നെ അവിടുത്തെ പിള്ളേർ മാഷന്മാരെല്ലാവരും ഓടി വന്നു കഴിഞ്ഞ വഴിക്ക് ഓടി വന്നു. ഞങ്ങൾ കുട്ടികളെ ഹോസ്റ്റലിൽ നിന്ന് മതിലിൽ കൂടെ കടത്തിയിട്ട് അങ്ങോട്ടാക്കി ഞങ്ങൾ കുട്ടികളൊക്കെ. അങ്ങനത്തെ അവസ്ഥയായിരുന്നു. ഈ തൂണൊക്കെ ശരിക്കും ഇവിടെ ഈ തൂണ് ശരിക്കും പറഞ്ഞാൽ അവിടേക്ക് പോയിട്ടുള്ള ഈ തൂണ് ഇവിടുത്തെ തൂണ് ഇതാന്നുണ്ട് കണ്ട. ആ തൂണ് പറഞ്ഞ പൊളിച്ചു പോയിക്കണ്ട. അപ്പൊ അത് അവിടെ 3 തൂണ് കാണാനുള്ളൂ, ഇവിടെ തൂണ് കാണാനുള്ളൂ. അത് കാറ്റങ്ങനത്തെ ആയിരുന്നു തൂണ്. ഇത് പറഞ്ഞ കാര്യമില്ല. ആക്കെ തിരിച്ച് ഇങ്ങനെ ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യത്തെ ഇങ്ങനത്തെ ഒരു അവസ്ഥ കാണുന്നത് ഞാൻ. അതായത് ഈ ആ സമയത്ത് ടീച്ചറുടെ വണ്ടി അവിടെ ഉണ്ടായിരുന്നു. ടീച്ചറുടെ വണ്ടി എനിക്ക് വീണ കാരണമാണ് താങ്ങിയ കാരണം കുട്ടികളുടെ അടിയിൽ പടരുന്നത്. അല്ലെങ്കിൽ കുട്ടികളുടെ അടി പൊട്ടാനാ. ആ വണ്ടി ഇപ്പൊ മാറ്റിയത് അവിടെ നിന്ന് അവിടെ എടുക്കണ്ട. അവിടെ 3-4 കുട്ടികളുടെ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. ടീച്ചറുടെ വണ്ടി ചാഞ്ഞിങ്ങനെ മുട്ടി നിന്ന കാരണം അടിയിൽ പൊട്ടില്ല കുട്ടികൾ. അല്ലെങ്കിൽ മരം തല്ലടിച്ച് വീണ. തീർച്ചയായും അതാണ് ഇവിടെ ആ ഒരു സമയത്ത് സംഭവിച്ചിരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. സ്കൂൾ കോമ്പൗണ്ടിനകത്ത് തന്നെയാണ് ഈ ഒരു വലിയ മരവും മാവാണ് അതും കടപുഴകി വീണിരിക്കുന്നത്. സാധാരണഗതിയിൽ നമുക്ക് സ്കൂൾ മുറ്റത്തൊക്കെ തന്നെ മരങ്ങളൊക്കെ ഉള്ളത് വെച്ച് പിടിപ്പിക്കും സാധാരണഗതിയിൽ. പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മളെ ആശങ്കപ്പെടുത്തുന്നൊരു കാര്യം തന്നെയാണ്. എന്തായാലും ഇവിടെ വലിയൊരു നാശനഷ്ടം തന്നെയാണ്. ഈ സ്കൂളിൽ മാത്രമല്ല, സ്കൂളിനോട് ചേർന്നുള്ള തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ സമാനമായ രീതിക്ക് തന്നെ ഈ കാറ്റിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വീടുകളുടെ മേൽക്കൂരയൊക്കെ തന്നെ തകർന്നു വീണിട്ടുണ്ട്. ഒരു ടീച്ചറുടെ വാഹനത്തിന് മുകളിലേക്ക് ഈ മരം വീഴുകയുണ്ടായി. ടീച്ചർ ആ ഒരു സമയത്ത് അകത്തുണ്ടായിരുന്നു, ആ വാഹനത്തിന് അകത്തുണ്ടായിരുന്നു അല്ലെ ടീച്ചറെ? ആ വണ്ടിക്ക് മുകളിലേക്ക് വന്ന്
ഞാൻ മോനെ കൊണ്ട് വിട്ടിട്ട്, ഞാനിവിടെ കുട്ടനൽ കോളേജിലെ ടീച്ചറാണ്. അപ്പോൾ മോനെ കൊണ്ട് വിട്ടിട്ട് ഇറങ്ങുമായിരുന്നു. വണ്ടി ജസ്റ്റ് റിവേഴ്സ് എടുത്തപ്പം അപ്പുറത്തെ വണ്ടിയിൽ നിന്ന് കുട്ടികൾ ഇറങ്ങുന്നതുകൊണ്ട് കാറ്റ് മഴയാണ്ട് പ്രശ്നമാവണ്ടെന്ന് വിചാരിച്ച് സ്റ്റോപ്പ് ചെയ്തിട്ടേക്കുമായിരുന്നു. അപ്പോഴാണ് 2 മരവും എൻ്റെ വണ്ടിയുടെ പോയിന്റിലേക്കാണ് വീണത്. ഗ്ലാസ് ഫുള്ള് പോയി. അപ്പം വണ്ടി അവിടെ നിന്ന് മാറ്റി. കുട്ടികളുണ്ടായിരുന്നു? കുട്ടികൾ അപ്പുറത്തുനിന്ന് ഇറങ്ങുന്നുണ്ടായിരുന്നു. പക്ഷേ കുട്ടികൾക്കാർക്കൊന്നും പറ്റിയൊന്നുമില്ല. വണ്ടിയിലേക്ക് വീണാനും വീണാറും കുട്ടികൾക്കാർക്കൊന്നും പറ്റിയില്ല. ഞാൻ ആ സമയത്ത് ആ ഡ്രൈവിംഗ് സീറ്റിലുണ്ടായിരുന്നു. പാനിക്കായി പോയി ഭയങ്കരമായിട്ട്. പക്ഷെ അപ്പുറത്തെ സൈഡിൽ കൂടെ ഞാൻ ഇറങ്ങി. കുഴപ്പമൊന്നും ഉണ്ടായില്ല. തീർച്ചയായും ഒരു ഭീകരമായ ഒരു അവസ്ഥ തന്നെയായിരുന്നു. കാരണം നമുക്കൊരു വാഹനത്തിലൊക്കെ ഇരിക്കുന്ന സമയത്ത് അതിന് മുകളിലേക്ക് ഒരു വലിയ മരം വീഴുക എന്നൊക്കെ പറയുന്നത് എത്രത്തോളം ഭയാനകമായ കാര്യമാണ് എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും ഈ ഒരു മേഖലയിൽ ഇപ്പോൾ ഫയർഫോഴ്സ് എത്തി ഇത് മരങ്ങളൊക്കെ തന്നെ മുറിച്ചു മാറ്റാനായുള്ള ശ്രമങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ്. എന്തായാലും ഭാഗ്യം കൊണ്ട് മറ്റ് കുട്ടികൾക്കാർക്കും തന്നെ ഒന്നും സംഭവിച്ചില്ല എന്നുള്ള ആശ്വാസകരമായ കാര്യമാണ്. തൊട്ടടുത്ത വീടുകളുടെ മേൽക്കൂരയൊക്കെ തന്നെ പറന്നു പോയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ മേഖലയിൽ വ്യാപകമായി നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. സ്കൂളിൽ മാത്രമല്ല വീടുകളിലും വ്യാപകമായ നാശനഷ്ടം ഉണ്ടായി. വലിയൊരു മിന്നൽ ചുഴലി തന്നെയാണ് ഈ മേഖലയിൽ ആകമാനം വീശിയടിച്ചിരിക്കുന്നത്.